കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പണിക്കർ റോഡ് ഫ്ളാറ്റ് മേയർ ബീന ഫിലിപ്പ് സന്ദർശിക്കും. ഫ്ളാറ്റിന്റെ ശോചനീയാവസ്ഥ ന്യൂസ് 18 ആണ് പുറത്തു കൊണ്ടുവന്നത്. കോർപ്പറേഷനിൽ എത്തിയ മേയറെ കണ്ട താമസക്കാർക്ക് ഫ്ളാറ്റിൽ എത്തുമെന്ന് മേയർ ഉറപ്പ് നൽകിയിരുന്നു. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അനീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും നമ്മുടെ വാർത്ത ഫലം കാണുകയാണ്. മേയർ ഇന്ന് ഫ്ളാറ്റ് സന്ദർശിക്കാൻ എത്തുകയാണ്. ആ പാവങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടി, അവരുടെ ഒരു ദുരിതം ഒഴിയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അങ്ങനെ ഒരു കാഴ്ച കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നേരത്തെയും നമ്മൾ പ്രതികരണം തേടിയപ്പോൾ മേയർ ഉടൻ നടപടിയെടുക്കും, ഈ ഫ്ളാറ്റ് പൊളിച്ചു നീക്കി അർഹരായ ആളുകളെ ഇവിടെ പുനരധിവസിപ്പിക്കുമെന്ന കാര്യം പറഞ്ഞിരുന്നു. എങ്കിലും യാതൊരു നടപടികളും പിന്നീട് ഉണ്ടാവാത്ത ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസമാണ് ഈ ഫ്ളാറ്റുകളിലൊന്നിലെ മേൽക്കൂര താഴേക്ക് ഇടിഞ്ഞ് വീഴുകയും ഒരു വയോധികയായ താമസക്കാരി അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്ത്. ഇത് കഴിഞ്ഞിട്ടും യാതൊരു നീക്കങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇന്നലെ ഈ താമസക്കാർ ഒന്നടങ്കം കോർപ്പറേഷൻ ഓഫീസിലേക്ക് പോവുകയും മേയറെ കാണാനായി ഏറെ നേരം കാത്തിരിക്കുകയും ചെയ്ത് അതിനൊടുവിലാണ് മേയർ ഇവരെ കണ്ട് കാര്യം പറഞ്ഞത്. അല്ലേ, നിങ്ങൾ ഒരുപാട് നാളായി നിലവിളിച്ചിട്ടും ആരും കേൾക്കുന്നുണ്ടായില്ല. ഇന്നലെ മേയറെ കണ്ട് മേയർ വരുമെന്നല്ലേ പറഞ്ഞത്? മേയർ പറഞ്ഞ വാക്ക് എന്താന്ന് ഇന്നലെ ഞങ്ങളെല്ലാം കൂടി പോയിട്ട് 24 കൂട്ടരും പോയപ്പോ മേയർ കണ്ടില്ല. 3:30 ആയപ്പോണ്ട് മേയർ വരുന്നു. വന്നപ്പോ ഞങ്ങൾ അങ്ങോട്ടൊക്കെ അടിച്ചു കയറി, എല്ലാരും കൂടി അങ്ങോട്ട് കയറി റൂമിലേക്ക് കേട്ട് മേയറോട് ഞങ്ങൾ പറഞ്ഞ് ഞമ്മക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം, പരിഹാരം കാണാൻ നമ്മൾ ഒരടി മുന്നോട്ട് വെക്കൂലെന്നാണ്. അപ്പം മേയർ പറഞ്ഞ് നിങ്ങൾ സംസാരം കുറച്ച് ഓവറാകരുതോ, നിങ്ങൾ സംസാരിക്കാതിരിക്കും, ഞങ്ങൾ എന്താ വേണ്ടി പരിഹാരം കാണാന്നറിയും. അപ്പൊ ഇന്നിപ്പോ മേയർ 8:30 ആകുമ്പോഴത്തേക്ക് എത്താന്ന് അറിയിക്കും. ഞങ്ങൾക്ക് സത്യം ചെയ്താൽ നിൽക്കണല്ല, എഴുതിയൊക്കെ വെച്ചിക്കണം. മേയർ പറഞ്ഞ വാക്ക് അതാണ്, നിങ്ങൾ ഇവിടുന്ന് തൊള്ളിയും വിളി ആയാലും ഇടരുതോ, നിങ്ങൾ ഞാൻ പറഞ്ഞ വാക്കുകൾ ഇരിക്കേ. അപ്പൊ അതിനെക്കൊണ്ട് മൂപ്പത്തിക്ക് എന്നെ ഞങ്ങൾ പറഞ്ഞപ്പോ ബേജാറായിപ്പോയി. ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണെന്ന് കേട്ടപ്പോ മൂപ്പൻ എന്തോ മാതിരിയായിപ്പോയി, സംസാരം വരെ ഇല്ലാതായിപ്പോയി. മൂപ്പ എന്തൊക്കെ അത്രയും രൂപത്തിലാണ് ഈ പ്ലേറ്റ് കിടക്കുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞ് നന്നായിട്ട് ചീഞ്ഞ് മണത്തിട്ടെല്ലാം കൂടി നടക്കാൻ പറ്റാത്ത മട്ടത്തിൽ ഓരോവും കാര്യമൊക്കെ മറ്റോ മറിച്ചോ ടാങ്കെല്ലാം പൊട്ടി പണിയായിട്ട് തിരിഞ്ഞു വരെ നോക്കാൻ ഒരാളില്ലാതായി. ഈ കോർപ്പറേഷൻ വന്നിട്ട് ഒരാൾ വരെ നോക്കാനില്ലാതായി. മേയർ വരാന്ന് പറഞ്ഞാൽ ഇതുവരെ ഞങ്ങളടുത്തേക്ക് എത്തിയിട്ടില്ല. നമ്മളൊന്ന് കാണാൻ വരെ വന്നിട്ടില്ല. ഇതെന്താണ് പ്രശ്നം? എത്രയോ കൊല്ലങ്ങളായി കീറി കീണത്, 20 കൊല്ലമായി അതിന്റെ അകത്ത് കയറി കീണത്. ഈ 20 കൊല്ലത്തിനെടുക്കൂ ഈ മേയർ ഒരു വാക്കോ ഞാൻ വരേണ്ടതാണ് ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നലെയും പോയിട്ട് പറഞ്ഞതാണ്, ഞങ്ങൾ തൊള്ളടുമ്പത്തേക്ക് മേയർക്ക് എന്തോ ആകാം, മേയർ ബേജാറായി കളിക്കുക. അപ്പൊ അതിനെ കൊണ്ട് വേറെ നിർത്താന്ന് പറഞ്ഞിരിക്കണേ, എത്തിയിട്ട് വീണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, എന്തായാലും വന്നാൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. മേയർ വന്നാൽ എന്തെങ്കിലും നടക്കുന്നൊരു പ്രതീക്ഷ. മേയർ വന്നു കഴിഞ്ഞാല്, മേയർ ഇപ്പൊ ഇതിലേക്ക് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാല് ഞങ്ങൾ പറയാൻ പോണത് ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് മേയർ വന്ന് അവർക്ക് മനസ്സിലാവും, ഇത് കണ്ടാലെല്ലാം മനസ്സിലായിക്കോളും അല്ലേ? ഇത് കണ്ടാ ഇവിടെ ഞാൻ പറഞ്ഞ മേയറോട് ഞാൻ എന്താ പറഞ്ഞത്, മേയർ വന്നിട്ട് കണ്ടിട്ട് വേണം നമ്മൾ തൊള്ളി വിളിടുമ്പോ പിടിച്ച് ആട്ടി പായിപ്പിക്കലല്ല, ഞങ്ങൾ പറയുന്ന വാക്ക് സ്വീകരിക്ക്. നമ്മളെ സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ടില്ലല്ലോ, നിങ്ങൾ കണ്ടിട്ട് നെഞ്ഞത്ത് കൈവച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന മാതിരി അത്രയും രൂപത്തിലായിപ്പോയോ, മേയർ ചോദിക്കുക അത്രയും രൂപത്തിലായിപ്പോയോ, അങ്ങനെ അയക്കുന്നു. ഇന്റെ മരണമാണ് ഇന്നലെ കമ്മിഞ്ഞാന്ന് കാണണ്ടേ, ആ രൂപത്തിലായിട്ടിപ്പം നമ്മളിത് അതിനെക്കൊണ്ട് നമ്മളിപ്പോൾ കറങ്ങിയ പാർട്ടിക്കാർ എല്ലാരും പറഞ്ഞു. ഈ ഉമ്മയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ മുറിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ മുറിയുടെ മേൽക്കൂര താഴേക്ക് ഇടിഞ്ഞു വീഴുകയും അത്ഭുതകരമായി അവർ രക്ഷപ്പെടുകയും ചെയ്ത്. എന്തായാലും മേയറെ കാത്തിരിക്കുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇത്തരം ഇടിഞ്ഞു പൊളിഞ്ഞ മുറി, ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാത്ത ഒരു അടുക്കള, ആകെ ഒറ്റ മുറിയാണ് ഈ ഫ്ളാറ്റിലുള്ളത്. ഇതിൽ തന്നെ അടുക്കളയും ടോയ്ലറ്റും അവരുടെ കിടപ്പുമുറിയും എല്ലാം ഇതിലാണ്. ഈ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം മേൽക്കൂരകൾ ഇടിഞ്ഞ് ഇവിടേക്ക് വീഴുകയും കൃത്യം ആ സമയത്ത് പുറത്തു പോയതുകൊണ്ട് മാത്രം നമ്മളോട് സംസാരിച്ച ഉമ്മ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും ഇത്തരം ജീവൻ അപായപ്പെടുമെന്നൊരു ഘട്ടം വന്നതോടുകൂടിയാണ് പിന്നീട് ഇവർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ആദ്യപടിയായി മേയറെ പോയി കാണുകയും ചെയ്തത്. 2 മണിക്കൂറിലധികം 3 മണിക്കൂറിലധികം കാത്തിരുന്നിട്ടാണ് മേയറെ കാണാൻ കഴിഞ്ഞത്. മേയർ എന്തായാലും ഇവിടെ എത്തി സ്ഥിതിഗതികൾ, ഇത് അടുക്കളയാണ് നമ്മളിപ്പോൾ കാണുന്നത്.
ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ഭക്ഷണ സാമഗ്രികൾക്ക് മുകളിലേക്കാണ് ഈ കഷ്ണങ്ങൾ അടർന്നു വീഴുന്നത്. ഒപ്പം ഈ മഴ പെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ ഭാഗത്ത് ആൽമരം വളർന്ന് വേരുകൾ ഇതിന്റെ മുകൾ നിലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടേക്ക് മഴ പെയ്യുമ്പോൾ ഈ കക്കൂസ് മാലിന്യം അടക്കമുള്ളവ ഒലിച്ച് താഴോട്ടിറങ്ങും. ആ മറുവശത്ത് ഇവർ ഭക്ഷണം പാകം ചെയ്യും. ഈ മുറിയിൽ കിടക്കും. ഈ കാണുന്നതാണ് ആ ടോയ്ലറ്റിന്റെ ഉൾവശമൊക്കെ പറഞ്ഞറിയിക്കാൻ ആവുന്നതിലും ശോചനീയമായ അവസ്ഥയാണ്. എന്തായാലും ഈ അവസ്ഥ മേയർ നേരിട്ട് കണ്ടാൽ ഇത്രയും നാൾ വരുത്തിയ ഒരു അമാന്തം ഇനിയുള്ള മുന്നോട്ടുള്ള നടപടിക്രമങ്ങളിൽ ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയാണുള്ളത്. എന്തായാലും മേയർ അവസാനം എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു. മേയറെ കാത്താണ് ഈ താമസക്കാർ ഇപ്പോൾ ഇവിടെ ഉള്ളത്, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പണിക്കർ റോഡ് ഫ്ളാറ്റിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അവിടുത്തെ ശോചനീയാവസ്ഥ ഇതിനു മുമ്പും പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ്, അധികാരികൾക്ക് മുമ്പിലേക്ക് നമ്മൾ ന്യൂസ് 18 എത്തിച്ചിട്ടുള്ളതാണ്. എന്തായാലും മേയർ ബീന ഫിലിപ്പ് ഇന്ന് ഫ്ളാറ്റ് സന്ദർശിക്കും. ഇവരെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു മികച്ച കെട്ടിടത്തിലേക്ക് മാറ്റി അവരുടെ ജീവന് തന്നെ സുരക്ഷ ഒരുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് മുന്നിലുള്ളത്. അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്.